നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു. 188 പേരായിരുന്നു സമ്പർക്ക പട്ടിക. ഇപ്പോൾ 251 പേരായി. ഇതിൽ 8 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതിനിടെ വൈറസ് ബാധയുണ്ടായ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നിപ രോഗവ്യാപനം രൂക്ഷമാകില്ലെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉറവിടം റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നാണോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാഥമിക പട്ടികയിലെ 7 പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയച്ചു. RSP UDF-ലെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. RSP നേതൃത്വം ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഗണിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവും RSPയുമായുള്ള തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിലെ പരസ്യകലഹം തുടരുന്നതിനിടെ UDF നേതൃയോഗം അല്പസമയത്തിനകം ചേരും. തമ്മിലടിക്കുകയും പിന്നീട് ഗൃഹസന്ദർശനം നടത്തുകയും ചെയ്യുന്ന തിരക്കിലാണ് കോൺഗ്രസ് എന്ന CPM ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ. വികസന പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഗ്രൂപ്പുകൾ തമ്മിലടിക്കുകയാണ്. പിന്നീട് ഇത് പരിഹരിക്കാൻ വീടുകൾ കയറിയിറങ്ങി നടക്കുകയും ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കളെന്നും വിജയരാഘവൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. INS വിക്രാന്തിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് കൊച്ചി കപ്പൽശാലയിൽ ഭീഷണി സന്ദേശം എത്തിയത്. ഭീഷണി സന്ദേശത്തിനെതിരെ പോലീസിൽ പരാതി നൽകി അധികൃതർ. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൊച്ചി കപ്പൽശാലയിൽ നിന്ന് അഫ്ഗാൻ പൗരനെ പിടികൂടിയ കേസ് NIAക്ക് വിടാൻ പോലീസ് തീരുമാനം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസായതിനാലാണ് കേസ് NIAക്ക് കൈമാറുന്നത്. കേസിൽ അറസ്റ്റിലായ ഈദ് കുൽ വർഷങ്ങളോളം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ നടപടികൾ ശക്തമാക്കി സർക്കാർ. സമ്പർക്ക രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഹോം ക്വാറന്റൈൻ ഉറപ്പാക്കും. വാക്സിൻ വിതരണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. സംസ്ഥാനത്ത് ഞായർ ലോക്ക്ഡൌണും രാത്രി കർഫ്യൂവും തുടരണോ എന്ന് നാളെ ചേരുന്ന അവലോകന യോഗം തീരുമാനിക്കും. കൊറോണ വ്യാപനം നിയന്ത്രിക്കാൻ നിയന്ത്രണങ്ങൾ തുടരണം എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി സാധാരണ ജനജീവിതം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് സർക്കാരിന്റെ ആലോചന. എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ പരിശോധനയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 50 പേർക്കെതിരെ കൂടി നടപടി സ്വീകരിച്ചു. മാസ്ക് ധരിക്കാത്തതിന് 36 പേർക്കെതിരെയും കോവിഡ് മാനദണ്ഡങ്ങൾ മറികടന്ന ആൾക്കൂട്ടം ചേർന്നതിൽ 7 പേർക്കെതിരെയുമാണ് നടപടി സ്വീകരിച്ചത്. രാജ്യത്തെ കൊറോണ വൈറസ് ബാധയിൽ കുറവ് രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടെ 38,948 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 26,701 പേരും കേരളത്തിലാണ്. രാജ്യത്ത് 219 കൊറോണ മരണം കൂടി സ്ഥിരീകരിച്ചു. 43,903 പേരാണ് ഇന്നലെ രോഗമുക്തരായത്. DCC പുനഃസംഘടനയിലെ AI ഗ്രൂപ്പുകളുടെ അതൃപ്തിയിൽ ഉമ്മൻചാണ്ടിയുമായി VD സതീശൻ നടത്തിയ ചർച്ചയിൽ പ്രശ്ന പരിഹാരത്തിന് വഴിയൊരുങ്ങുന്നു. എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കൂട്ടായ തീരുമാനം എടുക്കാമെന്ന VD സതീശന്റെ ഉറപ്പാണ് മഞ്ഞുരുകുന്നതിന് കാരണം. എന്നാൽ ഉറപ്പിന് ഉപരിയായി മുന്നോട്ടുള്ള പ്രവർത്തനം വിലയിരുത്തി നിലപാട് മയപ്പെടുത്താനാണ് A ഗ്രൂപ്പിന്റെ തീരുമാനം. നിയമസഭാ കയ്യാങ്കളി കേസിൽ കക്ഷി ചേർക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വാദത്തെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. എന്നാൽ സുപ്രീം കോടതി വരെ കേസിൽ കക്ഷി ചേർന്നിരുന്നുവെന്ന് രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും. സംസ്ഥാനത്തെ മരംകൊള്ളയിൽ വിജിലൻസ് അന്വേഷണം ഉടൻ തുടങ്ങും. റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വിജിലൻസ് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തിയ മാധ്യമപ്രവർത്തകനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും.
കൊച്ചി മയക്കുമരുന്ന് കേസിൽ അന്വേഷണം ഡിജെകളിലേക്ക്. ആഡംബര ഹോട്ടലുകളിലെ നിശാ പാർട്ടികളിൽ പിടിയിലായ സംഘം മയക്കുമരുന്ന് എത്തിച്ചതായി സൂചന. കൂടുതൽ പേർ എക്സൈസ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. പ്രതികളുടെ അക്കൗണ്ടുകളിലൂടെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ ചോർത്തിയ സംഭവത്തിൽ IB അന്വേഷണം ആരംഭിച്ചു. ED ഡെപ്യൂട്ടി ഡയറക്ടർ P. രാധാകൃഷ്ണന്റെ മൊബൈൽ ഫോണുകൾ വിവരങ്ങൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ചോർത്തിയതിനെക്കുറിച്ചാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നടത്തിയ മറ്റ് കേന്ദ്ര ഏജൻസികളുടെ ഫോൺ രേഖകളും ചോർത്തിയിട്ടുണ്ടോ എന്നും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. സംസ്ഥാനത്ത് പ്രധാന അധ്യാപകരില്ലാതെ പ്രവർത്തിക്കുന്നത് 1075 പ്രൈമറി സ്കൂളുകളാണെന്ന വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാന അധ്യാപകരില്ലാതെ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന വാർത്ത ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. പാലക്കാട് ധോണിയിൽ CPM-CPI സംഘർഷം. CPI പ്രവർത്തകന്റെ വീട് കയറി CPM പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി. CITU പ്രവർത്തകരെ CPI പ്രവർത്തകർ മർദ്ദിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായതെന്ന് CPM നേതാക്കളും വിശദീകരിച്ചു. തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട M. സ്വരാജ് നൽകിയ ഹർജിയിൽ K. ബാബു MLA അടക്കമുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഹർജിയിൽ അടുത്ത മാസം 4-ന് പ്രാഥമിക വാദം കേൾക്കും. മണ്ഡലത്തിൽ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ K. ബാബു വോട്ട് അഭ്യർത്ഥിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന M. സ്വരാജ് കോടതിയെ സമീപിച്ചത്. കുറ്റ്യാടി ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. ഗോൾഡ് പാലസിന്റെ വിവിധ ജ്വല്ലറികളിൽ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിലെ പ്രധാന ഓഫീസിലും സംഘം ഉടൻ പരിശോധനയ്ക്കെത്തും. 2 പേരാണ് നിലവിൽ കേസിൽ അറസ്റ്റിലായത്. പത്തനംതിട്ട തിരുവല്ലയിൽ CPM കൊറോണ നിയന്ത്രണങ്ങൾ ലംഘിച്ചു നടത്തിയ പാർട്ടി സമ്മേളനത്തിൽ കേസെടുക്കാതെ പോലീസ്. സമ്പൂർണ്ണ ലോക്ഡൌൺ ദിവസമായ തിരുവല്ല, കുറ്റൂർ, വടശ്ശേരി ഭാഗത്ത് നടന്ന യോഗത്തിൽ 100-ലധികം പേർ പങ്കെടുത്തു. CPM സംസ്ഥാന നേതാക്കളടക്കം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ രോഗികളായി കൊണ്ടുപോകുന്നത് ചോർന്നൊലിക്കുന്ന ആംബുലൻസിൽ. മഴയത്ത് ചോർന്നൊലിക്കുന്ന ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം പുതിയ ആംബുലൻസ് വാങ്ങുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം. കണ്ണൂർ പയ്യാമ്പലത്തെ KG മാരാരുടെ സ്മൃതി കുടീരത്തിൽ നായയെ കത്തിച്ച നിലയിൽ കണ്ടെത്തി. BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത് സംഭവസ്ഥലം സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാകാമെന്നും നടപടി സ്വീകരിക്കുമെന്നും കണ്ണൂർ മേയർ TO മോഹനും പ്രതികരിച്ചു. തിരുവനന്തപുരം നഗരൂരിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടി മരിച്ചു. 2ാം ഭർത്താവിന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച ശേഷമാണ് കൊഴുവന്നൂർ സ്വദേശി ബിന്ദു മകളുമായി കിണറ്റിൽ ചാടിയത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി വീണ്ടും സ്വർണം കടത്തിയെന്ന് കാരിയറുടെ മൊഴി. 1 കിലോ സ്വർണമാണ് കടത്തിയതെന്ന് പാങ്ങോട് സ്വദേശി അൽ-അമീനാണ് മൊഴി നൽകിയത്. കണ്ണൂർ സ്വദേശി സാബിത്തിന് സ്വർണം കൈമാറി. മറ്റൊരാൾക്ക് കൈമാറാൻ കൊണ്ടുവന്ന സ്വർണമാണ് സാബിത്തിന് നൽകിയതെന്നാണ് അൽ-അമീന്റെ മൊഴി. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ വേഗതയുള്ള വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന് മുൻവശത്തായിട്ടാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ അനർട്ടിന്റെ നേതൃത്വത്തിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. BJP അകത്തേത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ അധ്യാപകരെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ആദരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സുജിത്, യുവമോർച്ച ജില്ലാ ട്രഷറർ അജയ് വർമ്മ, പഞ്ചായത്ത് BJP പ്രസിഡന്റ് സോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു.
പാലക്കാട് കേരളശ്ശേരി 8-ാം വാർഡിൽ തനത് പദ്ധതിയായ നോളജ് കെയറിന്റെ ഭാഗമായി അധ്യാപക ദിനത്തിൽ ഓൺലൈൻ അധ്യാപക സംഗമം നടത്തി. വാർഡ് തലത്തിൽ വിദ്യാഭ്യാസ സമിതി രൂപീകരിക്കുക എന്നതും വാർഡിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതുമാണ് ലക്ഷ്യം. വിരമിച്ച 13 അധ്യാപകരടക്കം 30-ലധികം അധ്യാപകരാണ് കേരളശ്ശേരി 8-ാം വാർഡിലുള്ളത്. ഇരുവരുടെ കൂട്ടായ്മയിൽ വ്യത്യസ്തങ്ങളായ ക്രിയാത്മക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഉദ്ദേശം. ഇലക്ട്രിക് ഷോക്ക് അടിച്ച നായിക എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം. നിലമ്പൂർ റെയിൽവേ ഡിപ്പോയ്ക്ക് സമീപം ഷോക്കേറ്റ് പിടഞ്ഞുകൊണ്ടിരുന്ന നായയെ കണ്ട സമീപവാസികൾ ERFന്റെ ടീമിന്റെ സഹായം തേടുകയായിരുന്നു. പ്രളയത്തിനു ശേഷം കുരുവിക്കൂട്ടങ്ങൾ വീണ്ടും തിരുനാവായയിൽ പ്രജനനത്തിന് എത്തിത്തുടങ്ങി. പുഴയുടെ നടുവിലുള്ള തുരുത്തുകളിലെ ഇഞ്ചപ്പുല, ഓട, ഈറ്റ തുടങ്ങിയവയിലാണ് കുരുവികൾ കൂട്ടുകൂടിയിരിക്കുന്നത്. ചുട്ടിയാറ്റ, ആറ്റുകറുപ്പൻ, കുങ്കുമക്കുരുവി തുടങ്ങിയ വിവിധയിനം പക്ഷികളുടെ 100 കണക്കിന് കൂടുകളാണ് ഇവിടെയുള്ളത്. ലയൺസ് ക്ലബ് തിരുമല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു. മേഖലയിലെ 16 അധ്യാപകരെയാണ് വീട്ടുകളിലെത്തി ആദരിച്ചത്. അനിൽകുമാർ, വിജീഷ്, ലക്ഷ്മി, എസ് കുമാർ, പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാറാണംമൂഴി ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തകർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 1 മാസം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയും പിന്മാറുകയും ചെയ്തത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. സമരം പിൻവലിച്ചത് ആരോഗ്യമന്ത്രിയുടെ സർക്കുലർ ലഭിച്ചുവെന്ന പേരിലാണ്. എന്നാൽ ഇങ്ങനെയൊരു സർക്കുലർ പഞ്ചായത്തിലോ ആശാ വർക്കേഴ്സിലോ കമ്മിറ്റിക്കോ ലഭിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മൈലപ്രയിൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ അമൃത ബിജു ജീവനൊടുക്കിയതായി പറയുന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP മഹിളാ മോർച്ച ആവശ്യപ്പെട്ടു. കേസ് അട്ടിമറിക്കുന്നതിന് ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുള്ളതായും ആരോപണമുണ്ട്. റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് കിട്ടിയാലുടൻ ഞാളിൻകടവ് മേൽപ്പാല നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഒറ്റപ്പാലം MLA MK പ്രേംകുമാർ അറിയിച്ചു. മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായി റെയിൽവേയിൽ കെട്ടി വയ്ക്കേണ്ട 8,60,000 രൂപ ഇതിനകം അടച്ചതായി MLA പറഞ്ഞു. കോഴിക്കോട് നിപ ബാധിച്ച് 12 വയസ്സുകാരൻ മരിച്ച സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലും ജാഗ്രത ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ ഇന്ന് യോഗം ചേരും. 2018 മെയ്യിൽ കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചപ്പോൾ മുൻകരുതലിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിപ ഐസൊലേഷൻ വാർഡ് ഒരുക്കിയിരുന്നു. തൃശൂർ കുന്നംകുളം കീഴൂരിൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിലംപൊത്തി. 25 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണ് പുലർച്ചെ 4:30 നിലംപൊത്തിയത്. പ്രവർത്തനരഹിതമായ സമയത്ത് കെട്ടിടം തകർന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ലക്കിടി നെല്ലിക്കുറിശ്ശിയിലെ പാടശേഖരങ്ങളിൽ ഓലക്കരച്ചിൽ രൂക്ഷം. 3 ഏക്കറിലേറെ കൃഷിയിൽ രോഗം ബാധിച്ചു. കതിർ വരുന്ന സമയത്താണ് രോഗം പകർന്നിരിക്കുന്നത്. നട്ട് 1 മാസം തികയുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. സബർബൻ തീവണ്ടികളിൽ ഇനി എല്ലാ യാത്രക്കാർക്കും സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാമെന്ന് ചെന്നൈ റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു. സീസൺ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ജോലി സ്ഥാപനം നൽകിയ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് കൗണ്ടറിൽ നൽകണം. 2020 മാർച്ചിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ സബർബൻ തീവണ്ടികൾ സർവീസ് നിർത്തിവെച്ചിരുന്നു. നവീകരണം നടക്കുന്ന വയനാട് പൂക്കോട് തടാകത്തിൽ നിന്ന് 13,000 ക്യൂബിക് മീറ്റർ ചളിയും പായലും നീക്കം ചെയ്തു. സംസ്ഥാന ടൂറിസം വകുപ്പ് അനുവദിച്ച 2.25 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു ശുചീകരണം. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള വാട്ടർ ആൻഡ് പവർ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡിനായിരുന്നു ശുചീകരണ ചുമതല. ഇരവിപുരം വെണ്ടർമുക്കിന് സമീപം വസ്ത്രശാലയിൽ മോഷണം നടത്തിയ സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മുഹമ്മദ് ഷാഫി, അഭിഷേക് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്തയാളെ ജുവേനൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു.
മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയും മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചെറുമകനുമായ കേശവ് ദേശിരാജു അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അക്യൂട്ട് കോർണറി സിൻഡ്രോം ബാധിച്ച ചികിത്സയിലായിരുന്നു. സർവീസിൽ നിന്നും വിരമിച്ചിട്ടും ആരോഗ്യരംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു പ്രമുഖരും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. വെളിയം ഗ്രാമപഞ്ചായത്ത് കൊട്ടറ വാർഡിൽ അനുവദിച്ച ആരോഗ്യ ഉപകേന്ദ്രത്തിന് 5.5 സെന്റ് ഭൂമി സൗജന്യമായി ലഭിച്ചു. കൊട്ടറ പൂവത്തും കോണത്ത് വീട്ടിൽ വിജയനാണ് ഭൂമി ദാനം നൽകിയത്. പഞ്ചായത്ത് വളപ്പിൽ നടന്ന ചടങ്ങിൽ ഭൂമിയുടെ ആധാരം കൈമാറി. കൊല്ലം മാമൂട് കേന്ദ്രമാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കൊല്ലം ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയ യുവാവിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. കൊല്ലം പെരുന്നാട് സ്വദേശി സിജോയാണ് അറസ്റ്റിലായത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും വീട്ടിലിരിക്കേണ്ട നിലവിലെ അവസ്ഥ ഇനിയുമേറെ നീളുമെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കുട്ടികളെ സ്കൂളിൽ വിടാതെ പഠിപ്പിക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ. അധികം വൈകാതെ ഇതിന് മാറ്റമുണ്ടാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സമഗ്ര വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് NCTE മെമ്പർ സെക്രട്ടറി കെൻസാങ് യാങ്സോ ഷെർഹ പറഞ്ഞു. പരമപട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന ദേശീയ വിദ്യാഭ്യാസ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷെർഷ. രണ്ടു വർഷങ്ങളിലായി റേഷൻ കടകൾ വഴി സൗജന്യമായി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് വിതരണം ചെയ്തത് ഏകദേശം 11 കോടി ഭക്ഷ്യക്കിറ്റുകൾ. 2 LDF സർക്കാരുകളുടെയും കാലയളവിലായി 13 തവണയായി 10.99 കോടി കിറ്റുകൾ വിതരണം ചെയ്തു. SNDP യോഗം ഇരവിപുരം 477 നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2, CBSE, ICSE 10-12 ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വസന്തദാസ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടഞ്ഞ വിലവർധനവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BMS. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ധർണ നടക്കുക. പെട്രോൾ വില GSTയിൽ ഉൾപ്പെടുത്തണമെന്നും ഇതുവഴി ആവശ്യ വസ്തുക്കളുടെ വിലവർധനവ് തടയാനാകുമെന്നും BMS സംസ്ഥാന പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് മരണം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട്. നേരത്തെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ ഉണ്ടോ എന്ന് മാത്രമായിരുന്നു പരിശോധിച്ചിരുന്നത്. നിപ്പ മരണം കൂടി വന്നതോടെ യാത്രക്കാരുടെ ശരീരോഷ്മാവ് കൂടി പരിശോധിക്കാൻ തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകി. നടപടികളുടെ ഭാഗമായി വാളയാർ ചെക്ക് പോസ്റ്റിൽ കോയമ്പത്തൂർ കളക്ടർ ഡോക്ടർ GS സമീരൻ സന്ദർശനം നടത്തി. കൊറോണ കേരള സർക്കാർ ധനസമ്പാദന മാർഗമായി കാണുന്നുവെന്ന PK കൃഷ്ണദാസ്. മഹിളാ മോർച്ച കേരളം സംഘടിപ്പിച്ച ഓൺലൈൻ ആരോഗ്യ ശില്പശാലയുടെ ഉദ്ഘാടന വേളയിൽ PK കൃഷ്ണദാസിന്റെ പരാമർശം. കേന്ദ്ര സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന കോടികൾ ഉപയോഗിക്കാതെ കൊറോണ പ്രതിരോധത്തിൽ പാടെ പരാജയപ്പെട്ടെന്നും വിമർശനം. തിരുവല്ല മഞ്ഞാടിയിൽ ഗർഭിണിയുമായി സഞ്ചരിച്ച ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. വാഹനം ഇരുമ്പ് പോസ്റ്റിലടിച്ച ശേഷം അപകടത്തിൽ 4 പേർക്ക് ഗുരുതര പരിക്കേറ്റു. 8 മാസം ഗർഭിണിയായ സീതത്തോട് സ്വദേശിനിയായ റസീനയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി കുഞ്ഞിനെ പുറത്തെടുത്തു. തിരുവല്ല നഗരസഭയിലെ അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ ദേശീയ ഗുണമേന്മ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനതല പരിശോധന നടത്തി. പത്തനംതിട്ട ജില്ലയിൽ ദേശീയ നിലവാരത്തിലേക്ക് അർഹത ലഭിക്കുന്ന ആദ്യത്തെ നഗര കുടുംബാരോഗ്യ കേന്ദ്രമാണിത്. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി ചർച്ചിൽ ഇടയലേഖനം വായിക്കാത്തതിനെതിരെ പ്രതിഷേധം. ചർച്ചിലെ വൈദികനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. മാർപ്പാപ്പയും രൂപതയും അനുസരിക്കാത്ത വൈദികനെ ഇടവയ്ക്ക് വേണ്ടെന്നാണ് പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടത്.
വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യുവമോർച്ച കാസർഗോഡ് തങ്കയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. യുവമോർച്ച സംസ്ഥാന ട്രഷറർ അനൂപ് മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് ധൻജയൻ മധൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ ഗസ്റ്റ് വാക്സ് പദ്ധതി പ്രകാരം 111 ക്യാമ്പുകളിലായി 36,500 വിവിധ ഭാഷാ തൊഴിലാളികൾക്ക് വാക്സിൻ നൽകി. ഇതോടെ രണ്ടാം ഘട്ട ലോക്ക്ഡൌൺ ആരംഭിച്ചപ്പോൾ തൊഴിൽ വകുപ്പ് നടത്തിയ വിവരശേഖരണത്തിലൂടെ ജില്ലയിൽ കണ്ടെത്തിയ 77,991 വിവിധ ഭാഷാ തൊഴിലാളികളിൽ 46.72% പേരും വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യത്തിന് ഡൽഹിയിൽ അറസ്റ്റിലായ നടി ലീന മരിയ പോളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലീന മരിയ പോളും പങ്കാളി സുകേഷ് ചന്ദ്രശേഖറും വ്യവസായിയിൽ നിന്ന് 200 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. വ്യവസായി ശിവേന്ദ്ര സിംഗിന്റെ ഭാര്യയിൽ നിന്നാണ് സുകേഷും സംഘവും 200 കോടി വാങ്ങി തട്ടിപ്പ് നടത്താൻ പദ്ധതിയിട്ടത്. ഗണേശോത്സവ ചടങ്ങുകൾക്ക് പ്രതിമകൾ നിമജ്ജനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ആന്ധ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചതോടെ ദുരിതത്തിലായി വിജയവാഡയിലെ വിഗ്രഹ നിർമ്മാതാക്കൾ. കൊറോണ പിടിമുറുക്കിയതോടെ ഇവരുടെ ജീവിതമാർഗം നിലച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെതിരെ ഇഡിയുടെ ലുക്കൌട്ട് നോട്ടീസ്. 5 തവണ സമൻസ് അയച്ചിട്ടും അനിൽ ദേശ്മുഖ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാത്തതിനെ തുടർന്നാണ് ഇഡി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ അനിൽ ദേശ്മുഖ് 4.7 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. പോലീസിനെ ഉപയോഗിച്ച ഡാൻസ് ബാറുകളിൽ നിന്ന് 100 കോടി പിരിച്ചെടുത്തുവെന്ന അനിൽ ദേശ്മുഖിനെതിരെ പരാതിയുമുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. നാളെ 7 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ജീവനക്കാർക്കും യാത്രക്കാർക്കും നിസ്സാര പരിക്ക്. എടക്കര മുപ്പിനിയിലാണ് സ്വകാര്യ ബസ്സും ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചത്. 5 പേരെ നിസ്സാര പരിക്കുകളോടെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊള്ളാച്ചി ആനമല പുലിസങ്കേതത്തിൽ പുലികളുടെ കണക്കെടുക്കാൻ 588 ക്യാമറകൾ സ്ഥാപിക്കുന്നു. ഇതിനായി വനത്തിൽ 294 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ഒരേ സ്ഥലത്തും 2 ക്യാമറകൾ വീതം സ്ഥാപിക്കും. ദേശീയ തലത്തിൽ 4 കൊല്ലത്തിലൊരിക്കലാണ് പുലികളുടെ കണക്കെടുക്കുന്നതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപകടം പറ്റി കാലിന് ഗുരുതരമായി പരിക്കേറ്റ നായ്ക്കുട്ടിക്ക് രക്ഷകരായി നിലമ്പൂരിലെ മൃഗസ്നേഹികൾ. കഴിഞ്ഞ ദിവസം വാഹനം കാലിലൂടെ കയറി ഇറങ്ങി ഗുരുതരമായി പരിക്കേറ്റ നായ്ക്കുട്ടിയെ രക്ഷപ്പെടുത്തി മിണ്ടാപ്രാണിയോടുള്ള കരുതൽ പ്രകടമാക്കിയിരിക്കുകയാണ് നിലമ്പൂർ അകമ്പാടത്തെ നാട്ടുകാർ. ഉത്തർപ്രദേശ് മുൻ ഗവർണർ അസീസ് ഖുറേഷിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി UP പോലീസ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ പരാമർശത്തിലാണ് നടപടി. യോഗി രക്തം കുടിക്കുന്ന ഭൂതമെന്നായിരുന്നു ഖുറേഷിയുടെ പ്രസ്താവന. റാംപൂർ MLA അസം ഖാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വിവാദ പരാമർശം. കോവിഡ് പ്രതിരോധത്തിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് MA ബേബി. കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥപ്പെടുത്ത സാഹചര്യം ഉണ്ടെന്നത് ശരിയാണ്. കേരളത്തിൽ രോഗവ്യാപനം കൂടുന്നത് സ്വാഭാവികമാണെന്നും വിദഗ്ധർ തന്നെ പറയുന്നുവെന്നും MM ബേബി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.